നല്ല റിസൾട്ട് ആയിരിക്കും നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. എല്ലാ വീക്കെൻഡും ഞാൻ റിലാക്സ് ചെയ്യും, നല്ല സിനിമയൊക്കെ കാണും, പിന്നെ ചെറിയ ട്രിപ്പിനൊക്കെ പോവും. പരിശ്രമത്തിന് 100-ൽ 100 മാർക്ക് എന്നൊക്കെ നാം കേട്ടിട്ടുണ്ട്. എന്നാൽ പരീക്ഷാ ഹാളിൽ കഠിനാധ്വാനത്തിനും 600-ൽ 600 മാർക്ക് വാങ്ങിയ ഒരു കൊച്ചുമിടുക്കനുണ്ട്. ഇക്കഴിഞ്ഞ ദിവസമാണ് CBSE 10ാം ക്ലാസ് പരീക്ഷാഫലം പുറത്തു വന്നത്. ഭവൻസ് എളമക്കര സ്കൂളിലെ ഋഷഭ് വിനോദ് 600-ൽ 600 മാർക്ക് വാങ്ങി സ്കൂളിൻ്റെ ഏറ്റവും വലിയ തിളക്കമായി മാറിയിരിക്കുകയാണ്. പക്ഷേ നാഷണൽ ടോപ്പറാണെന്ന് തോന്നല്ലേ? അങ്ങനെയാണ് കേട്ടത്. അങ്ങനെ പ്രത്യേകിച്ചൊരു സ്ട്രാറ്റജി എന്നില്ല. ഡെയിലി പോർഷൻസ് കവർ ചെയ്യും, ഒന്നും പിന്നത്തേക്ക് വെക്കില്ല. പിന്നെ റെഗുലറായിട്ട് യോഗയും മെഡിറ്റേഷനൊക്കെ ചെയ്യും. അപ്പോൾ കോൺസെൻട്രേഷന് വളരെ നന്നായിട്ട് സഹായിക്കും അത്. പിന്നെ ദൈവഭാഗ്യം, പേരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും സപ്പോർട്ട് എല്ലാം ചേർന്നിട്ടാണ്. എൻ്റെ മാത്രം എഫേർട്ട് എന്ന് പറയാൻ പറ്റില്ല. എല്ലാ വീക്കെൻഡും ഞാൻ റിലാക്സ് ചെയ്യും, നല്ല സിനിമയൊക്കെ കാണും, പിന്നെ ചെറിയ ട്രിപ്പിനൊക്കെ പോവും. കൂട്ടുകാരൊക്കെ ആയിട്ട് ചില സമയത്ത് പോവും. കൂടുതലും അമ്മയുടെ അച്ഛൻ്റെയും ചേച്ചിയുടെയും കൂടെയായിരുന്നു പോവാറ്. എനിക്ക് മെഡിസിനിലും പിന്നെ ഹെൽത്ത് സയൻസസിലും എനിക്ക് റിസർച്ചും ചെയ്യണം. ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ കൺട്രി എനിക്ക് എൻ്റെ ഗ്രാജുവേഷനും PGയും ചെയ്യണം. അമ്മയാണ് കൂടുതൽ ഹെൽപ്പ് ചെയ്യാറില്ല. ഞാനങ്ങനെ ഒന്നിനും ഇടപെടാറില്ല. അവൻ ചോദിക്കുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാനുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുന്നല്ലാണ്ട് എൻ്റെ എഫേർട്ടിൽ അതിൽ ഓൾമോസ്റ്റ് 0 എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളുടെ റോൾ എന്ന് പറയാൻ അധികം ഇല്ല. ശരിക്കും പറഞ്ഞാൽ മോൻ്റെ തന്നെ എഫേർട്ടായിരുന്നു. പിന്നെ സ്കൂളിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഭയങ്കര ഒരു ബാക്കപ്പായിരുന്നു. എപ്പോഴാണെങ്കിലും ഡൗട്ട്സ് സോർട്ട് ഔട്ട് ചെയ്യാനും എല്ലാത്തിനും അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു.